സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സ്വതന്ത്ര പാലസ്തീനെ പിറപ്പിക്കാൻ ഐക്യരാഷ്ട്രഗണം ഒന്നിച്ചു കൂടുമ്പോൾ ഒരു ചോദ്യം: ആ രാഷ്ട്രത്തിന് ഇനി പിറക്കാൻ അവകാശമുണ്ടോ? ഇസ്രയേലിനൊപ്പം പിറക്കാൻ 3/4 നൂറ്റാണ്ട് മുമ്പേ ലോകം അനുവദിച്ചതും പ്രതീക്ഷിച്ചതുമായ രാജ്യമാണ് സ്വതന്ത്ര പാലസ്തീൻ. ആ പിറവി വേണ്ടെന്ന് വെച്ചത് ആരാണ്? ഇസ്രയേലാണോ? അന്താരാഷ്ട്ര ധാരണയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരുവാൻ അനുവദിക്കാതെ പാലസ്തീൻ ശിശുവിനെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കിയത് രാജ്യമായി രൂപപ്പെട്ടത് മുതൽ നിരന്തരം ഇസ്രയേലിനെ ആക്രമിച്ചു കൊണ്ടിരുന്ന അറബ് സമൂഹമാണ്. ദുഷ്ടബുദ്ധിയോടെയാണ് കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് മുഴുവൻ പാലസ്തീൻ്റെ പിറവി അറബ് രാഷ്ട്രങ്ങൾ തടഞ്ഞതും അതിനുള്ള കരാറുകൾ അട്ടിമറിച്ചതും. പാലസ്തീൻ ജനത അടിമത്തം അനുഭവിക്കുന്നു എന്ന് അറബ് മുസ്ലിങ്ങളും പാലസ്തീനിലെ അറബ് മുസ്ലിം തീവ്രവാദികളും പറഞ്ഞത് ആത്മാർത്ഥതയോടെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം പാലസ്തീൻ്റെ പിറവി തടഞ്ഞ് 3 തലമുറകളിലെ പാലസ്തീൻകാരെ ആ അടിമത്തത്തിൽ ഉപേക്ഷിച്ചു? അതിനു കാരണം യഹൂദ വിരോധം. പാലസ്തീൻ രാഷ്ട്രം വേണമെന്നല്ല, യഹൂദർക്ക് ഇസ്രയേൽ രാഷ്ട്രം ഉണ്ടാകരുത് എന്നതായിരുന്നു അവരുടെ മുഖ്യ അജണ്ട. അറബല്ലാത്ത ഇറാനും മുസ്ലിം രാഷ്ട്രമായപ്പോൾ അതേ വഴിയിൽ. അങ്ങനെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമികവാദ രാഷ്ട്രങ്ങളെല്ലാം ഇസ്രയേൽ കരയാൻ വേണ്ടി പാലസ്തീൻ എന്ന കൂടപ്പിറപ്പിനെ കുരുതി കൊടുത്തു, അഥവാ അജ്ഞാത രാക്ഷസാക്കി മാറ്റി. ആ കുരുതിയാണ് ഇസ്രയേലിനെ ആക്രമിക്കുകയും ലോകത്താകെ അശാന്തി സൃഷ്ടിക്കുകയും ചെയ്ത പാലസ്തീൻ തീവ്രവാദത്തിൻ്റെ കാരണം. അതിന് ഇസ്രയേൽ എന്ത് പഴച്ചു? കുട്ടികളെ തട്ടിയെടുത്ത് അംഗഭംഗം വരുത്തി ഭിക്ഷ തേടുന്നവരുടെ മട്ടിലാണ് പാലസ്തീൻ്റെ സ്വതന്ത്ര പോരാളികൾ ചമയുകയും തീവ്രവാദ പരിവേഷം ചൂടുകയും മറ്റു രാജ്യങ്ങളുടെ സംഭാവന കൊണ്ട് ആഡംബര സുഖജീവിതം നയിക്കുകയും ചെയ്തിരുന്ന യാസർ അരാഫത്ത് അടക്കം PLOക്കാരും ഇന്നു മാളങ്ങളിൽ ഒളിക്കുന്ന ഹമാസ് സംഘവും പ്രവർത്തിച്ചത്. അവർക്ക് സ്വതന്ത്ര രാഷ്ട്രവും രാജ്യഭാരവുമല്ല, പശ്ചിമേഷ്യൻ ഗുണ്ടാ ചമഞ്ഞുള്ള സുഖജീവിതമായിരുന്നു പ്രിയം. പാലസ്തീൻ ജനതയെ നരകിപ്പിച്ച് അവരുടെ ചിത്രം കാട്ടി പണം സ്വരൂപിച്ചു. അവർക്ക് പോലും വേണ്ടാത്ത സ്വതന്ത്ര പാലസ്തീൻ പിറപ്പിക്കാനാണ് UN ഗണത്തിൻ്റെ ശ്രമം. അത് സാധ്യവും ഗുണകരവുമാകുമോ? ആകും. തീവ്രവാദികളുടെ വേര് പോലും അവശേഷിക്കാതെ നീക്കം ചെയ്താൽ മാത്രം. ഹമാസിൻ്റെ ഭരണത്തിൽ സ്വതന്ത്ര പാലസ്തീൻ വേണമെന്ന് സാധാരണക്കാരായ പാലസ്തീനി കുടുംബങ്ങൾ പോലും ആഗ്രഹിക്കുന്നില്ല. പാലസ്തീൻ്റെ പിറവി തടഞ്ഞത് ഇസ്രയേലാണെന്ന മട്ടിൽ ഐക്യരാഷ്ട്ര തലവൻ ഗുട്ടറസോ ഏതു നേതാവോ പറഞ്ഞാലും അത് അവിവേകമാണ്. തെറ്റായ പക്ഷം ചേരലും അന്ധമായ സെമിറ്റിക് വിരുദ്ധതയും. കാര്യങ്ങൾ പരമാവധി വഷളാക്കിയ ശേഷം ഗാസയുടെ മണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഭീകരതയുടെ മാളങ്ങൾ സൃഷ്ടിച്ചവരുടെ കൈകളിലേക്ക് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി വിട്ടുകൊടുക്കാൻ സാക്ഷാൽ ഗുട്ടറസിന് പോലും കഴിയില്ല എന്ന് ലോകത്തിനറിയാം. വിവേകത്തിൽ BPLുകാർ ആയവർക്കേ ഇക്കാര്യത്തിൽ ഗുട്ടറസിനെ മഹാനാക്കി ഇസ്രായേലിനെ ഏകപക്ഷീയമായി പഴിക്കാനാകൂ. എന്തിലും അമേരിക്കയെയും ഇസ്രായേലിനെയും ശപിക്കുകയും ഇസ്ലാമികവാദികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് ജന്മസാഫല്യമെന്ന് കരുതുന്ന ഇന്നാട്ടിലേതടക്കം പേർക്ക് അതേ കഴിയുതാനും. പലസ്തീൻ രാഷ്ട്രമില്ലെന്ന് ഇസ്രയേൽ, എന്നാൽ ആ സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഹമാസോ? എളുപ്പമല്ലെങ്കിലും വിശ്വസിക്കേണ്ടി വരും. ഇതുവരെ ഇസ്രയേലിനെതിരെ ഹമാസ്നിക്കുകളുടെ ലക്ഷ്യം നടന്നില്ല. ഹമാസിൻ്റെയും വംശഹത്യാ കുറ്റം ആരോപിച്ച് ഇസ്രയേലിനെ ഗാസ മുന്നേറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന പദ്ധതി പൊളിഞ്ഞു. അവിടെ ഇനി ഇസ്രയേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പുനർനിർമ്മിക്കുന്ന നാൾ മാത്രമേ അറിയാനുള്ളൂ. എങ്കിലും പലസ്തീൻ രാഷ്ട്രം വിട്ടുകൊടുക്കാൻ ഇസ്രയേൽ നിർബന്ധിതമാകുമോ എന്ന ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫ്രാൻസും ബ്രിട്ടനും ഓസ്ട്രേലിയയും
കാനഡയും പോർച്ചുഗലും അടക്കം 10 രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിച്ചു. അതോടെ 193 UN അംഗരാജ്യങ്ങളിൽ പലസ്തീനെ അംഗീകരിച്ചവ 157, അഥവാ UN-ന്റെ 81%. ഹമാസിന് ഇപ്പോൾ രണ്ടാണ് ഭയം. ഒന്നുകിൽ ഇസ്രയേലിന്റെ തേരുകൾ തങ്ങളുടെ മേൽ ഉരുളും, അല്ലെങ്കിൽ ഏറ്റവും അകന്ന സാധ്യത എന്ന നിലയിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം വരും. ഈ സാങ്കല്പിക സാധ്യതയെ പോലും ഹമാസ് ഉള്ളിൽ ഭയക്കുന്നു. ഇസ്രയേലിന് ഭയവുമില്ല, സംശയവുമില്ല. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നവർ ഭീകരതയെ അംഗീകരിക്കുന്നു, അതിന് കീഴടങ്ങുന്നു എന്ന് തറപ്പിച്ചു തന്നെയാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. UN-ലെ ഈ അംഗീകരണ കർമ്മം അവർക്ക് പുതിയ കാര്യവുമല്ല. 2024 വരെ 146 രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ മെക്സിക്കോയും ഫ്രാൻസും ബ്രിട്ടനും ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി അറിയുന്നത് കൊണ്ട് പുതിയ അംഗീകരണം ഇസ്രയേലിനെ അതൃപ്തിപ്പെടുത്തുന്നു എന്നതിലപ്പുറം ഭയപ്പെടുത്തുന്നേയില്ല. പലസ്തീൻ രാഷ്ട്രമില്ലെന്ന ഇസ്രയേലിന്റെ കടുത്ത നിലപാട് ഹമാസിനെ അകമേ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതുകൊണ്ട് തന്നെയല്ലേ പലസ്തീനെ അംഗീകരിക്കുന്നത് ഭീകരതയെ അംഗീകരിക്കലാണ് എന്ന ഇസ്രയേലിന്റെ പഴി ബലപ്പെടുത്തുന്ന പ്രഖ്യാപനം ഹമാസ് നടത്തിയത്. ഇപ്പോഴത്തെ നിലയ്ക്ക് തങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഇസ്രായേൽ പലസ്തീൻ അനുവദിക്കില്ലെന്ന് മാത്രമേ ഹമാസിന് ഉറപ്പുള്ളൂ. തങ്ങളെ തുടച്ചു നീക്കിക്കൊണ്ട് അത് സംഭവിക്കില്ല എന്ന് തീർച്ചയില്ല. അങ്ങനെ വന്നാൽ പാലസ്തീനെ കയ്യേൽക്കാനുള്ള അവസരം മിക്കവാറും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനാണ് ഉണ്ടാകുകയെന്നേ അവർക്ക് ഊഹിക്കാനാകൂ. അങ്ങനെയൊരു സമാധാന നീക്കത്തിനു വേണ്ടി ഹമാസിനെ തുരത്താൻ ഇസ്രയേൽ ഡിമാൻഡ് വെച്ചാൽ ബാഹ്യ ലോക രാഷ്ട്രങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും സമ്മതിക്കുമെന്ന ഭയം ഹമാസിനുണ്ട്. മുഹമ്മദ് അബ്ബാസ് അതിനെ വഴങ്ങുമെന്നും ഇസ്രയേലിന്റെ മിത്രമാകുമെന്നും സംശയിക്കാതിരിക്കാൻ ഹമാസിന് കഴിയില്ല. ഇതെല്ലാം സാങ്കല്പികമാണെങ്കിൽ കൂടി അതെ, ഹമാസിന് ചിന്തകൾ സുഖകരമല്ല. ഗാസയെ സ്വസ്ഥമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സേനയെ വിടണമെന്ന് ട്രംപ് പറയുമ്പോൾ അതിൻ്റെ സൂചന മറ്റൊരു വിധത്തിലും കാണാൻ ഹമാസിന് കഴിയില്ല. ചുരുക്കത്തിൽ ഹമാസിനെ കൈവിടാൻ പലസ്തീനുകളും അബ്ബാസും പലസ്തീൻ അതോറിറ്റിയും ഭൂരിപക്ഷം രാജ്യങ്ങളും സന്നദ്ധമാകുമെന്ന സാധ്യത ഹമാസിൻ്റെ ദുസ്വപ്നമാണ്. ഇതൊരു വശം. അല്ലെങ്കിൽ തന്നെ ഹമാസിന് വേണ്ടത് രാഷ്ട്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്താൻ കഷ്ടപ്പെടേണ്ടി വരുന്ന അവസ്ഥയുമല്ല. അവർക്ക് രാജതന്ത്രം വേണ്ട, ഭീകരതന്ത്രം മാത്രം മതി. പക്ഷെ ഇതിനർത്ഥം സ്വതന്ത്ര പലസ്തീനു വേണ്ടി ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നല്ല, മറിച്ച് രാജ്യങ്ങൾ അത് ആവശ്യപ്പെടണം. ഇസ്രയേലിന്റെ കടുംപിടുത്തം കൊണ്ട് മാത്രം അത് നടക്കുന്നില്ല എന്ന് വരണം. ഇസ്രയേലിന്റെ കടുംപിടുത്തം അയഞ്ഞു പോകാത്ത വിധം അവരെ സദാ പ്രകോപിപ്പിക്കണം. അതുവഴി തങ്ങളെ സഹായിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് കൂടുതൽ അനുഭാവം തോന്നണം, കൂടുതൽ പണം ഒഴുകിയെത്തണം. നിലവിലില്ലാത്ത രാഷ്ട്രത്തിന് ലഭിച്ച അംഗീകാരം ബാഹ്യ സഹായം തങ്ങളിലേക്ക് ഒഴുകാനുള്ള ചാലാണ്. ആ ചാലാണ് ഹമാസിന് വേണ്ടത്. അതങ്ങനെ തുടരണമെങ്കിൽ പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ ഇസ്രയേൽ തടഞ്ഞ ആവശ്യമായി വരണം. നിയമങ്ങൾ ബാധകമാകാതെ തോക്കും ബോംബും അതിക്രമവും കൊലയും സ്ത്രീവേട്ടയുമായി മറ്റുള്ളവരെ ഭയപ്പെടുത്തി അരാജകത്വത്തിൽ ജീവിക്കുന്നതിൻ്റെ സുഖം വിട്ടൊഴിയാൻ ഹമാസിന് എളുപ്പമല്ല. അന്ധമായ മതതീവ്രവാദം സൃഷ്ടിച്ച അടിസ്ഥാനരഹിതമായ വിജയപ്രതീക്ഷയും മോക്ഷസങ്കല്പവും കൂടിച്ചേർന്ന് ഇസ്രയേലിനെതിരെ ഭീകരത തുടരുക എന്ന ചിന്ത മാത്രമേ അവരെ നയിക്കുന്നുള്ളൂ. പലസ്തീനെ രാഷ്ട്രങ്ങൾ അംഗീകരിക്കാൻ കാരണം തങ്ങൾ ഒക്ടോബർ 7 നടത്തിയ ആക്രമണമാണെന്ന് അനവസരത്തിലെന്ന് തോന്നും വിധമാണല്ലോ ഹമാസ് നേതാക്കൾ അവകാശപ്പെട്ടത്. ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും സ്വയം ഭീകരപ്രിയരെന്ന് വരുത്തുകയും ചെയ്യുന്ന വിധത്തിൽ അവരങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന സംശയത്തിൻ്റെ ഉത്തരം വ്യക്തം. തങ്ങൾക്കെതിരെ ഇസ്രായേൽ വീണ്ടും ഭീകരത ആരോപിക്കുകയും മറ്റുള്ളവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും വേണമെന്ന് ലക്ഷ്യമിട്ടു തന്നെ.
അത് തങ്ങളുടെ വീരത്വമായിരുന്നെന്നും വേണ്ടി വന്നാൽ ഇനിയും ആവർത്തിക്കുമെന്നും പ്രഖ്യാപിക്കുന്ന മട്ടിൽ ഇസ്രായേലിന്റെ മനം കടുപ്പിക്കാനുള്ള തന്ത്രം, ആ തോന്നൽ പലസ്തീൻ രാഷ്ട്രത്തിനുള്ള ബാഹ്യ സമ്മർദ്ദത്തിന്റെ ശക്തി കുറയ്ക്കുകയും അതേസമയം തന്നെ തങ്ങളെ സഹായിക്കുന്ന അറബ് രാജ്യങ്ങളുടെ നിലപാട് തങ്ങൾക്ക് കൂടുതൽ അനുകൂലവും സഹായകവും ആക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ, ചുരുക്കത്തിൽ സ്വതന്ത്ര പാലസ്തീൻ എന്ന ആവശ്യം ലോകരാജ്യങ്ങൾ ശക്തമായി ഉയർത്തണം. ഇസ്രായേലിന് മേൽ അവർ സമ്മർദ്ദം ചെലുത്തണം. വഴങ്ങാത്തതിനെ ഇസ്രായേലിനെ അവർ പഴിക്കണം. പക്ഷേ ഇസ്രായേൽ അതിന് വഴങ്ങുകയോ പലസ്തീൻ യാഥാർത്ഥ്യമാകുകയോ ചെയ്തുകൂടാ. അങ്ങനെ പലസ്തീൻ രാഷ്ട്രത്തെ വീണ്ടും അകലത്താക്കണം. ഹമാസിനല്ലാതെ മറ്റാർക്കാണ് ഇത്തരമൊരു കുടില ലക്ഷ്യമുള്ളത്? പലസ്തീനെ ഇത്രയേറെ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടും ഹമാസ് അർമാദിക്കാത്തത് എന്തുകൊണ്ടെന്ന് ആർക്കും തോന്നാം. അതിനും ഹമാസ് തൽക്കാലം സ്വതന്ത്ര പലസ്തീൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ലാതെ മറ്റൊരു ഉത്തരമുണ്ടോ? പക വീട്ടാനുള്ളതാണോ? ആണെന്നത് മനുഷ്യരെ പരസ്പരം ഘാതകരാക്കാൻ ദുഷ്ടൻ കുത്തിവെച്ച പാഴ്വചനം. നിർഭാഗ്യവശാൽ ചില മാധ്യമ അവതാരകരും ഗൗരവമറിയാതെ ഈ അസത്യവചനം ആവർത്തിക്കുമ്പോൾ ശത്രുവിൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ മനസ്സുകളെ എത്ര കണ്ട് കീഴടക്കുമെന്നാണ് വെളിപ്പെടുന്നത്. അതിനെതിരെ ചാർലി കിർക്കിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ ദൈവപിതാവ് രണ്ട് കാര്യങ്ങൾ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു: പക പാടില്ലെന്നും രക്തസാക്ഷിത്വം എന്താണെന്നും. പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങൾ രക്തസാക്ഷികളെ കൊണ്ടാടുമ്പോൾ, രക്തസാക്ഷികളെ ഉപയോഗിച്ച് പ്രസ്ഥാനങ്ങൾ വളർത്തുകയും സമ്പത്ത് ശേഖരിക്കുകയും ചെയ്യുമ്പോൾ, അവിശ്വാസിയുടെ ചോര ചൊരിഞ്ഞ് സ്വർഗം നേടാമെന്നും അതിനുള്ള ശ്രമത്തിൽ സ്വയം ചാവേറാകുന്നത് വിശുദ്ധ പോരാട്ടമെന്നും കരുതുമ്പോൾ, യഥാർത്ഥ രക്തസാക്ഷിത്വം എന്തെന്നറിയാൻ നോക്കേണ്ടത് ക്രൈസ്തവ രക്തസാക്ഷികളുടെ ചരിത്രം. തങ്ങളെ കൊല്ലുന്നവരോട് പോലും ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കാൻ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുകയും ഉത്ഥാനത്തിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്തുകൊണ്ട് ഹിംസ ഏറ്റുവാങ്ങുന്നവരാണ് ക്രൈസ്തവ രക്തസാക്ഷികൾ. രക്തം കൊണ്ട് യഥാർത്ഥ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവർ. അവരുടെ മരണം രക്തസാക്ഷിത്വമാണെന്നതിനുള്ള ഉറപ്പായ അടയാളമാണ്. അവരുടെ നഷ്ടത്തിൽ ഏറ്റവും ദുഃഖിക്കുന്നവർക്ക് ഘാതകരോട് ക്ഷമിക്കാൻ ദൈവകൃപ ലഭിക്കുന്നു എന്നതും അടുത്തുള്ളവരുടെ മാനസാന്തരവും. അതിൻ്റെ പരമമായ ഉദാഹരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ കണ്ടു. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കള്ളന്റെ മാനസാന്തരം, പ്രിയപുത്രനോട് കൊടും ക്രൂരത കാട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ കഴിഞ്ഞ പരിശുദ്ധ അമ്മയുടെ സമാനതയില്ലാത്ത ക്ഷമിക്കൽ. ചാർലി കിർക്ക് പകയ്ക്കും വിദ്വേഷ കൊലയ്ക്കുമെതിരെ പ്രഘോഷണം നടത്തി. ചാർലി കിർക്കിന്റെ രക്തം ദൈവത്തിനുമുമ്പിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതിൻ്റെ നമുക്കുള്ള അടയാളമാണ്. ചെറുപ്രായത്തിൽ തന്നെ വിധവയാക്കപ്പെട്ട എറിക്ക കിർക്കിനെ ഭർതൃഘാതകരോട് നിരുപാധികം ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നത്. ഇത് തന്നെയാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വത്തിലും സംഭവിച്ചത്. 1995 മധ്യപ്രദേശിൽ ബസ് യാത്രയ്ക്കിടെ കത്തിക്കുത്തേറ്റ റാണി മരിയയുടെ മരണം ഘാതകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മരണമായിരുന്നു എന്നതിൻ്റെ അടയാളം വൈകാതെ ലോകം കണ്ടു. സിസ്റ്ററുടെ ദുഃഖിതരായ ബന്ധുക്കൾ ഘാതകനോട് നിരുപാധികം ക്ഷമിച്ച സംഭവം, അത് സ്വർഗത്തോളം എത്തിയ ക്ഷമയായിരുന്നു എന്ന് പിന്നീട് ഘാതകന്റെ മാനസാന്തരവും ലോകത്തെ പഠിപ്പിച്ചു. ക്രൈസ്തവ രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ എന്താണെന്ന്, അത് വിദ്വേഷം വിഴുങ്ങിക്കൊണ്ടുള്ള മരണമല്ലെന്നും കൊല്ലുന്നവരുടെ രക്ഷയ്ക്കായി ദാഹിച്ചുകൊണ്ടുള്ള മരണമാണെന്നും നമ്മുടെ കാലത്തെ രണ്ടനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒപ്പം പക വീട്ടാനുള്ളതാണ് എന്നത് ഹിംസാത്മകമായ വിദ്വേഷത്തിൻ്റെ പൈശാചിക വചനമാണെന്നും കൂടി ദൈവപിതാവ് മനുഷ്യകുലത്തെ ഓർമ്മിപ്പിക്കുകയാണ്.
ഇക്കാലത്തെ എല്ലാ പാഴ്വചനങ്ങൾക്കും എതിരായ ഓർമ്മപ്പെടുത്തൽ. വിദേശത്ത് തിരിച്ചടി വാങ്ങിയ ഇന്ത്യക്കാരുടെ വിക്രിയകൾ വെറും കോപ്രായങ്ങൾ മാത്രമായിരുന്നോ? അല്ല, അത്ര നിസ്സാരമായിരുന്നില്ലവ. ചില വലിയ അപ്രിയ സത്യങ്ങളായിരുന്നു ആ തിരിച്ചടിയുടെ കാരണം. ഹിന്ദുത്വ അഹന്തയായി മാറിയ ചിലരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാട്ടിക്കൂട്ടിയ മുഷ്കിന്റെ ഫലം. അതും ഒരേ സമയം പല യൂറോപ്യൻ ദേശങ്ങളിലും. ഇസ്ലാമികവാദികളുടെ അതിക്രമം കൊണ്ട് സഹികെട്ടിരിക്കുമ്പോഴാണ് ഈ ഇന്ത്യൻ കോപ്രായങ്ങൾ അവരുടെ ക്ഷമ തകർത്തത്. കുടിയേറി ചെന്ന ഇസ്ലാമികവാദികൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ചെയ്തത് അനുകരിക്കുന്നത് പോലെയായി ഇവരുടെയും നടപടി. ഹൈന്ദവരുടെ എന്നല്ല, ഹിന്ദുത്വവാദികളുടെ എന്നു തന്നെ പറയണം. ഇസ്ലാമികവാദികൾ അന്നാട്ടുകാരെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ അപകടമറിഞ്ഞ് പ്രതിരോധത്തിന് നിർബന്ധിതമായത്. യൂറോപ്പിലും അമേരിക്കയിലും കയറിക്കൂടിയ ഇസ്ലാമിക കുടിയേറ്റക്കാർ ഇസ്ലാമിൻ്റെതാണ് സമ്പൂർണ്ണ ജീവിത ശൈലിക്രമം എന്ന ആധിപത്യ ഭാവത്തോടെ അവിടുത്തെക്കാരുടെ വിശ്വാസവും ജീവിത രീതികളും വേണ്ട എന്ന് കൽപ്പിക്കാൻ തുടങ്ങി. അവരുടെ അധ്വാനവും ശാസ്ത്രവും വിദ്യകളും സർവോപരി അവരുടെ വിശ്വാസവും കൊണ്ട് അവർ സ്വയം പര്യാപ്തമാക്കിയ നാട്ടിൽ അവരുണ്ടാക്കിയതിൻ്റെ പങ്കുപറ്റാനും അവരുടെ ഇലയിൽ നിന്ന് ഉരുളയെടുക്കാനും ചെന്നവർ അവരെ ഭരിക്കുന്ന അവസ്ഥ. ഇസ്ലാമികവാദികളുടെ ഈ മതരാഷ്ട്രീയ അഹന്ത പാശ്ചാത്യരെ വെറുപ്പിച്ചതിൽ അത്ഭുതമേയില്ല. അതേ മട്ടിലാണ് അടുത്ത കാലത്ത് പുതുതായി ജനിച്ച ഹിന്ദുത്വ അഹന്തയോടെ പല കുടിയേറ്റ ഇന്ത്യക്കാരും അന്നാടുകളിൽ പെരുമാറാൻ തുടങ്ങിയത്. അത് വളരെ കൗശലപൂർവമായിരുന്നെങ്കിലും അമേരിക്കയിലെ സംവേദനക്ഷമതയുള്ള സമൂഹം അത് തിരിച്ചറിഞ്ഞു. എന്ത് പൊങ്ങച്ചമാണ് ഇന്ത്യക്കാർക്ക് യൂറോപ്പിലും അമേരിക്കയിലും ചെന്ന് കാട്ടാനുള്ളത്? ഒരിക്കൽ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചു എന്ന് നിരന്തരം സമൂഹ മാധ്യമങ്ങളുടെ കുറിക്കാറുണ്ടല്ലോ ദേശസ്നേഹഭാവക്കാർ. പക്ഷേ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മുഖങ്ങൾ നേരിട്ട് കണ്ടവരാണ് ബ്രിട്ടീഷുകാർ എന്നത് അവർ മറന്നു കാണും. ഭൂരിപക്ഷം പേരെ ജാത്യടിമകളാക്കി ചിലർ മേലാളന്മാരായി വാണിരുന്നതും പരസ്പരം ചതിക്കുന്ന ഇന്ത്യൻ നാടുവാഴികളെയും രാജാക്കളെയും ഒക്കെ. നാട്ടിലെ പോലെ ജാതി തിന്മ പുറത്തെടുത്തവർക്ക് കാനഡയിൽ കിട്ടിയ തിരിച്ചടിയും പാഠം തന്നെ. വൃത്തികേടും അന്ധവിശ്വാസവുമെന്ന് പാശ്ചാത്യർ കരുതി പോരുന്ന കാര്യങ്ങൾ അതേപടി യൂറോപ്യൻ നഗരങ്ങളിൽ കാട്ടിക്കൂട്ടാനാണ് ചിലർ ശ്രമിച്ചത്. പാശ്ചാത്യർക്കല്ല, സാധാരണ തെക്കേ ഇന്ത്യക്കാർക്ക് പോലും അറപ്പുണ്ടാക്കുന്ന കോപ്രായങ്ങളും ഗോഷ്ഠികളും ഉത്തരേന്ത്യയിൽ പലയിടത്തുമുണ്ട്. അതൊക്കെ യൂറോപ്യൻ നഗരങ്ങളിൽ കാട്ടിക്കൂട്ടിയാൽ എല്ലാവരും ആസ്വദിക്കുമെന്ന് കരുതിയോ? ഭക്ഷണത്താലം പോലെ അവർ വൃത്തിയായി സംരക്ഷിക്കുന്ന റോഡിൽ പോലും തേങ്ങയുടച്ച കുറെ അപകർഷക്കാരുടെ വേഷം കെട്ടലുകൾ ലോകം കണ്ടു. ലജ്ജ തോന്നിയത് സാധാരണ ഇന്ത്യക്കാർക്കാണ്. മോദി ഭരിക്കുമ്പോൾ ലോകം മുഴുവൻ ഹിന്ദുത്വവാദികളുടെ കയ്യിലാണെന്ന് കുറെ പേർ അടുത്ത കാലത്ത് തെറ്റിദ്ധരിച്ചു പോയി. മാവറിക്കുകളെ പോലെ ചില പാശ്ചാത്യരും വോക്കിസത്തിന്റെ ആദിഭാവം പിടിപ്പെട്ട ചില വിദേശീയരും ഇത്തരം ചില രീതിയിൽ ആകൃഷ്ടരായിട്ടുണ്ട്. അത് കണ്ട് അമേരിക്കയും യൂറോപ്പും മുഴുവൻ ഇത്തരം പ്രവൃത്തികളെ ആശ്ലേഷിച്ചു എന്ന് പ്രചരിപ്പിച്ച ത്രില്ലടിച്ചവരാണ് ഇവിടുത്തെ യൂട്യൂബർമാർ. ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റി ഒരുപാട് ഊതി വീർപ്പിച്ച ബോധമാണ് പല ഇന്ത്യക്ക് മതവാദികളെയും ഭരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ പഠിപ്പിച്ച ശൈലി വേണം ഇവരെ വിശേഷിപ്പിക്കാൻ. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന ഭാവത്തോടെ മറുനാട്ടിൽ വമ്പത്തം സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നവർ, ജഡ്ജി ആയിരുന്നവരും മന്ത്രിമാരായവരുമൊക്കെ വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെന്നും ആദ്യ വിമാനം പുഷ്കക് ആയിരുന്നെന്നും പൊതുയിടങ്ങളിൽ പറയുന്നത് കേൾക്കേണ്ടി വരുന്നുണ്ട് നമുക്ക്. എന്തിന്? നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ പോലും പറഞ്ഞത് യൂറോപ്പിന്റെ ശാസ്ത്രജ്ഞാനം മുഴുവൻ ഇന്ത്യയുടേതായിരുന്നെന്നും അറബികൾ വഴി പാശ്ചാത്യർ അത് തട്ടിയെടുത്തുമെന്നുമാണ്. എന്ന് വെച്ചാൽ തട്ടിയെടുക്കാവുന്ന വസ്തുപ്രമാണം പോലെ
റോക്കറ്റുകളുടെയും ആണവ ബോംബിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും യന്ത്ര സാമഗ്രികളുടെയും അടക്കം വിദ്യകളൊക്കെ ഇന്ത്യക്കാരുടെ ഏതോ പെട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന വിധം. അറിവ് ആര് കണ്ടെത്തിയാലും അത് മനുഷ്യരാശിയുടെ പൊതുനേട്ടമായി സ്വീകരിക്കുന്നതിന് പകരം മതപാരമ്പര്യത്തിൻ്റെ ആനപ്പെരുമ പറയുന്നതാണ് ദേശസ്നേഹം എന്ന ഭാവം മലയാളത്തിൽ ചില യൂട്യൂബർമാർക്കും ഉണ്ടല്ലോ. ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ വിദ്യകളും ഉണ്ടായിരുന്നത് ഇന്ത്യയിലായിരുന്നെന്നും അതെല്ലാം യൂറോപ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നും സ്ഥാപിക്കുന്നതിലാണ് അപകർഷം ബാധിച്ച ചിലർ സായുജ്യം കണ്ടെത്തുന്നത്. അവർ സഹതാപമർഹിക്കുന്നു. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.